വിഖ്യാത ചരിത്രകാരൻ ഇർഫാൻ ഹബീബിന് നേരെ ഡൽഹി സർവകലാശാല ക്യാമ്പസിൽ ആക്രമണ ശ്രമമുണ്ടായി. വിദ്യാർത്ഥി സംഘടനയായ ഐസയുടെ പരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വെള്ളം നിറച്ച ബക്കറ്റ് ഇർഫാൻ ഹബീബിന് നേരെ ആരോ എറിയുകയായിരുന്നു. സർവകലാശാലയിലെ ആർട്സ് ഫാക്കൽറ്റിക്ക് മുന്നിലായിരുന്നു സംഭവം. ABVP പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് ഐസ ആരോപിക്കുന്നു. ആ ദൃശ്യങ്ങൾ കാണാം. ഇതിൻ്റെ വിശദവിവരങ്ങൾ ശരത് ലാലാണ് ഡൽഹിയിൽ നൽകുക. ശരത്, ഇതിപ്പം JNU അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്ന ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒക്കെ വളരെയേറെ പരിചിതനായിട്ടുള്ള ആളാണ് ഇർഫാൻ ഹബീബ്. അവിടെ മാത്രമല്ല, രാജ്യമാകെയും ലോക ചരിത്ര മേഖലയിൽ തന്നെ അങ്ങേയറ്റം വലിയ ബഹുമാനം ലഭിക്കുന്ന ഒരാളാണ് ഇർഫാൻ ഹബീബ്. അതും എത്രയോ പ്രായമുള്ള ആളാണ്. അദ്ദേഹത്തിന് നേരെ അങ്ങനെ ഫിസിക്കലായിട്ടൊരു ആക്രമണ ശ്രമം ഉണ്ടാവുക എന്ന് വെച്ചാൽ പൊതുവിൽ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഞെട്ടുന്നൊരു കാര്യമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? ആരാണ് ഇതിന് പിന്നിലെന്ന് തെളിഞ്ഞോ? പോലീസ് എന്തെങ്കിലും നടപടികൾ ഇതിനകം സ്വീകരിച്ചിട്ടുണ്ടോ? വളരെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. കാരണം ഒരു വളരെ പ്രായമുള്ള അല്ലെങ്കിൽ ഡൽഹിയിൽ തന്നെ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് ഇർഫാൻ മുഹമ്മദ് എന്ന കാര്യം സനീഷ് അല്പസമയം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് ഈ സംഭവം നടന്നത് എന്നാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഐസയുടെ പരിപാടിയാണ്. ഐസ എന്നുള്ളത് CPI-MLന്റെ വിദ്യാർത്ഥി സംഘടനയാണ്. ഐസക്ക് വലിയ സ്വാധീനമൊന്നും വളരെ തീരെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഡൽഹി സർവകലാശാല. അതുകൊണ്ട് തന്നെ അവിടെ ഐസയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ABVP ആണ്. ABVPക്ക് വളരെ വലിയ ശക്തിയും NSUവിനും ശക്തി ABVP, NSU തുടങ്ങിയ സംഘടനകൾക്കാണ്, വലതുപക്ഷ സംഘടനകൾക്കാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്. അവിടെയാണ് ഐസ ഇത്തരമൊരു പരിപാടി, ആർട്ട് ഫാക്കൽറ്റിന് മുമ്പിൽ ഇത്തരമൊരു പരിപാടി അല്ലെങ്കിൽ ലിറ്റററി ഫെസ്റ്റ് സംഘടിപ്പിക്കുന്ന ഇടതുപക്ഷ ചിന്തകളെക്കുറിച്ചുള്ള, ഇടതുപക്ഷ സാഹിത്യത്തെക്കുറിച്ചുള്ള ഒരു ഫെസ്റ്റിവൽ. ഒരു ചെറിയ ആൾക്കൂട്ടം, അത് 50-ൽ താഴെയുള്ള വിദ്യാർത്ഥികളാണ്. അതിൽ പലരും പുറമേ നിന്ന് വന്ന വിദ്യാർത്ഥികളും കൂടിയാണ്. അത്തരമൊരു സംഭവം, അത്തരമുള്ള ഒരു ഫെസ്റ്റിവലിൻ്റെ ഒരു ചടങ്ങിനിടെയാണ് ഉച്ചക്ക് 12:30 മണിയോടെ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച ബക്കറ്റ് ഇർഫാൻ മുഹമ്മദിനോടെ വലിച്ചെറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അത് പതിച്ചില്ല, പക്ഷേ വെള്ളം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പതിച്ചു എന്നതാണ് ഏറ്റവും ഇത്. ഉടൻ തന്നെ വിദ്യാർത്ഥികൾ ഇത് സംബന്ധിച്ച വിദ്യാർത്ഥികൾ കൂടുകയും അദ്ദേഹത്തിന് സംരക്ഷണ വലയം തീർക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇതൊന്നും കണക്കാക്കാതെ തന്നെ ഇർഫാൻ മുഹമ്മദ് പരിപാടിയിൽ പ്രസംഗിച്ചു എന്നതാണ് ആശ്ചര്യകരം എന്ന് തന്നെ പറയാൻ. തുടർന്ന് അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. സനീഷ് ശ്രമിക്കണം. ഇർഫാൻ ഹബീബ് അദ്ദേഹവുമായി നമ്മൾ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ പോലീസിൽ പരാതി കൊടുക്കുന്നത് താൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കാരണം ഇത് അസഹിഷ്ണുതയുടെ പ്രകടനമാണ്, ഇത് താൻ അനുഭവിക്കും, സംഘപരിവാർ ശക്തികൾ ഇത് ചെയ്യും എന്ന് തന്നെയാണ് തനിക്കറിയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കാര്യമാക്കുന്നില്ല, തൻ്റെ പ്രഭാഷണവും തൻ്റെ പ്രവർത്തനവും തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ ഐസ ഇത് സംബന്ധിച്ച ഡൽഹി സർവകലാശാലക്ക് ഐസ വിദ്യാർത്ഥി സംഘടന പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ABVP മൗനം പാലിക്കുകയാണ്. ABVPയുമായിട്ട് ഇക്കാര്യം ABVP പ്രസ്ഥാനം ഇത് സംബന്ധിച്ച ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ തിരുത്താനോ ഇതുവരെ തയ്യാറായിട്ടില്ല. അത്തരം ഔദ്യോഗിക പ്രസ്താവന ABVPയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. സനീഷ്, ഏതായാലും വളരെ ഞെട്ടലുണ്ടാക്കുന്ന സംഭവം എന്ന് തന്നെ പറയാം. ശരി, നന്ദി ശരത്. വിവരങ്ങൾക്ക് എന്തായാലും അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഒരു ക്യാമ്പസിനകത്ത് പ്രായം ചെന്ന ഒരു മനുഷ്യൻ, അധ്യാപകൻ എന്നൊക്കെ കണക്കാക്കാവുന്ന ആളുകൾ, മറ്റ് പോട്ടെ, നമുക്ക് ഇർഫാൻ ഹബീബ് അദ്ദേഹത്തിൻ്റെ മറ്റു തരത്തിലുള്ള സ്റ്റേച്ചർ എല്ലാം മാറ്റിവെച്ചാൽ പോലും ഒരു പ്രായം ചെന്ന അധ്യാപകൻ ഒരു കോളേജിൽ ക്യാമ്പസിൽ വന്നിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ, ഒരു കൂട്ടം വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ, ഏത് രാഷ്ട്രീയ ധാരണയുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹത്തെ അതിനനുവദിക്കുക എന്നത് നമ്മുടേതുപോലൊരു മഹാരാജ്യത്തിൻ്റെ സ്വാഭാവിക ഒരു മര്യാദയും മാന്യതയും ആകേണ്ടതാണ്. പക്ഷേ ഇത് നമ്മൾ ആലോചിക്കേണ്ടത് കുട്ടികൾ തന്നെയാണ്, വിദ്യാർത്ഥികൾ തന്നെയാണ് അദ്ദേഹത്തെ ആക്രമിച്ചത് എന്നാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് അങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകർ, നമുക്കറിയില്ല ABVP പ്രവർത്തകർ തന്നെയാണോ ആക്രമണത്തിന് പിന്നിൽ എന്ന്. ABVP അത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ എന്നാലും അദ്ദേഹം കണക്കാക്കുന്നത് അദ്ദേഹത്തോട് രാഷ്ട്രീയമായ എതിർപ്പുള്ള സംഘപരിവാര സംഘടനകൾക്കാണ്, അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ് ABVP. അതുകൊണ്ട് ABVP പ്രവർത്തകരായിരിക്കാം ആക്രമണത്തിന് പിന്നിൽ എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് ശരത്തിനോട് നേരത്തെ സംസാരിച്ചെന്ന് ശരത്ത് പറഞ്ഞുവല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തകർ ഒരു പ്രായത്തിൽ വളരെ മുതിർന്ന ഒരു അധ്യാപകന് നേരെ ഇങ്ങനെ ആക്രമണം നടത്തുക എന്ന് വെച്ചാൽ ഇന്ത്യൻ സംസ്കാരത്തിന്, നമ്മുടെ മഹാരാജ്യത്തിൻ്റെ സംസ്കാരത്തിന് ഒട്ടും ചേർന്നതല്ല. ഗുരുനാഥന്മാരെ, അവരോടുള്ള വിയോജിപ്പുകളെ മാന്യമായിട്ട് അവതരിപ്പിക്കുക എന്നല്ലാതെ ഫിസിക്കലായിട്ട് ആക്രമിക്കുക എന്നതൊക്കെ അങ്ങേയറ്റം
മോശമായിട്ടുള്ള കാര്യമാണ്. അത് ഏത് വിദ്യാർത്ഥി സംഘടന ചെയ്യുന്നതാണെങ്കിലും അത് രാജ്യവിരുദ്ധമായിട്ടുള്ള സാംസ്കാരിക ധാരണയുള്ള വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങേയറ്റം അപലപനീയമായ കാര്യം. ആ നിലയ്ക്ക് ഗൗരവത്തോടെ ഈ പോലീസ് സംവിധാനങ്ങളും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും കണക്കാക്കട്ടെ, അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് വിചാരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. നമുക്ക്